LDF 90-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് MP ഗോവിന്ദൻ. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയെ തുടരണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. പാർട്ടി പിന്നീട് തീരുമാനമെടുക്കും. UDF കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സാങ്കല്പിക മന്ത്രിസഭാ രൂപീകരണം നടത്തിയിരുന്നുവെന്നും MP ഗോവിന്ദൻ പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി അടുത്ത ജനാധിപത്യ മുന്നണി മൂന്നാം ടേം അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ? ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് മാത്രമല്ല, ഗവൺമെന്റ് തുടരണമെന്നാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗം, അധ്വാനിക്കുന്ന സാധാരണ ജനവിഭാഗം, അവരെല്ലാം ഈ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് വോട്ടിങ്ങിലും ശരിയായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പിണറായി അല്ലാണ്ട് വേറെ ആരെയും പറയാൻ പറ്റുക? ഇപ്പൊ പിണറായി തന്നെയാണ് അതിനു മുമ്പിൽ. അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തീരുമാനിക്കും. വിവരങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, 90+ സീറ്റാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെ വിലയിരുത്തലുകൾ നടന്നു? എന്തിൻ്റെയൊക്കെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് സംസ്ഥാന സെക്രട്ടറി സ്റ്റെഫിൻ? പ്രതീക്ഷ ഏതായാലും നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ 110 സീറ്റിന്റെ അവകാശവാദം ഏതായാലും ഇപ്പോൾ നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറി പങ്കുവയ്ക്കുന്നില്ല. 90-ന് മുകളിൽ എന്നാണ് പറയുന്നത്. 110 ആണോ, 110-ലേക്ക് എത്തുമോ എന്നൊന്നും ചോദിക്കുന്നതിന് വ്യക്തമായി മറുപടി പറയുന്നില്ല. ഏതായാലും CPM ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരു മൂന്നാം ഭരണം ഉണ്ടാകും, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഏതായാലും ഈ UDF അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന പ്രതീതി മാധ്യമങ്ങളെ UDF-ഉം ചേർത്ത് കൊണ്ടുവരുന്നത് ആണ്. ഏതായാലും അങ്ങനെ ഒരു പരാജയഭീതി CPM-നെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല. നിയമത്ത് പോലും അതില്ല. BJP-യും UDF-ഉം പലയിടത്തും പണം ഇറക്കി കൊണ്ട് വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെങ്കിലും അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനമായും UDF പറയുന്ന ഒരു കാര്യമുണ്ട്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ആ പോളിംഗിന്റെ വർധന അധികം ഇല്ല എന്നുള്ളത് തന്നെയാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 47,000 വോട്ടിന്റെ ഒരു കുറവുണ്ട്. ഒപ്പം തന്നെ SIR-ഉമായി ബന്ധപ്പെട്ട് വെട്ടിപ്പോയ വോട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം ഇത്രയധികം ഉയരാൻ കാരണം എന്നൊരു വാദമാണ് ഈ 90 സീറ്റിന് ആധികാരികമായി CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഏതായാലും ആ ഫലം വരുമ്പോൾ മാത്രമേ ആ കാര്യത്തിലെല്ലാം ഇനി കൂടുതൽ വിശകലനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളൂ. CPM ഇപ്പോൾ ഏതായാലും ഉറപ്പിച്ച് പറയുന്നത് ജയസാധ്യതയുള്ള സീറ്റുകൾ അത് 50-ന് മുകളിലാണ്. അതിനുശേഷം ഏതായാലും ഈ 90 എന്ന സംഖ്യയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. 71 മണ്ഡലങ്ങളിൽ 2021-നേക്കാൾ പോളിംഗ് കുറവാണ് എന്നൊരു വാദം കൂടി CPM ഇതിന് അടിസ്ഥാനമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലും അതിനു മുമ്പും ഒക്കെ തന്നെ നടന്നിരുന്നു. അതിൽ ഒന്ന് വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേതായാലും CPM നിലപാട് തിരുത്തുന്നില്ല. അത് കേരള സ്റ്റോറിയാണ് എന്നുള്ള കാര്യം തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒപ്പം അത് പോലീസ് രേഖകൾ പരിശോധിച്ചാണ് അത്തരത്തിലൊരു വിവാഹം നടത്തിക്കൊടുത്തത് എന്നൊരു വാദമാണ് ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചെയ്തതാണ് VD സതീശനുമായി ബന്ധപ്പെട്ട വനവാസ വിവാദം. അങ്ങനെ വനവാസ വിവാദത്തിൽ വനവാസത്തിലേക്ക് സതീശൻ വൈറൽ പെൺകുട്ടിയെ വിവാഹം നടത്തിയതുമായി ബന്ധപ്പെട്ട് കുംഭമേളയിലെ പെൺകുട്ടിയെ വിവാഹം നടത്തിയതിന്റെ കാര്യത്തിൽ കേരള സ്റ്റോറി തന്നെ എന്ന് പറയുകയാണ് MP ഗോവിന്ദൻ. അതൊന്ന് കേൾക്കാം. പ്രവർത്തനമാണ്. അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDF-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. ഞാനൊന്നുമല്ല, പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ അതിൻ്റെയൊക്കെ തർക്കം പറയുന്നുണ്ട് പറയാൻ. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. ഈ SIR പ്രശ്നം വന്നപ്പോൾ എന്തായാലും വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായി. അതൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. BJP-ക്ക് ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ പറഞ്ഞത് VD സതീശനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഷോട്ടാണ് പ്ലേ ചെയ്തത്. സ്റ്റെഫിൻ, എന്തായാലും ഇക്കാര്യത്തിൽ ഒക്കെ കാരണം CPM-ന്റെ ഈ പ്രതീക്ഷ സംബന്ധിച്ച്, കാരണം കണ്ണൂർ കോട്ടയിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പായാലും പയ്യന്നൂർ അടക്കമുള്ള ഇടങ്ങളിൽ നല്ല ടൈറ്റ് പോരാട്ടം നടക്കുന്നു. അവിടെ മുൻകാലങ്ങളിൽ അപ്പുറത്തേക്ക് വലിയ പോര് നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാര്യത്തൊക്കെ എന്താണ് MP ഗോവിന്ദനോട് ചോദ്യങ്ങൾ വന്നോ?
കാര്യത്തിൽ എം.വി. ഗോവിന്ദൻ്റെ മറുപടി എന്തെങ്കിലും ഉണ്ടായോ? ഇത്രയും തളിപ്പറമ്പും അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥിതി പൊതുവെ ചോദിച്ചിരുന്നു, നിയമത്തിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അതിലെല്ലാം തന്നെ CPM ഇപ്പോഴും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഈ 3 ഇടത്തും അല്ലെങ്കിൽ CPM-ൽ നിന്ന് വിട്ടുപോയി ആളുകൾ മത്സരിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ പരാജയഭീതി ഇല്ല എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കടുത്ത മത്സരം ആണ് പല മണ്ഡലങ്ങളിലും നടന്നത് എന്നുള്ളൊരു കാര്യവും തുറന്ന് സമ്മതിക്കുന്നുണ്ട് CPM. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എത്രമാത്രം ഒരു പ്രതിരോധത്തിൽ ഇപ്പോൾ CPM നിൽക്കുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെല്ലാം. പക്ഷേ അതിനെ ഏതായാലും ഈ വോട്ടെണ്ണുന്നത് വരെ കണ്ണിച്ച് നിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് പോലും സൂക്ഷിച്ചാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം മറുപടിയും നൽകിയത്. ഏതായാലും CPM ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ജില്ലാ കമ്മിറ്റികളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വന്നിരുന്ന വിലയിരുത്തൽ അനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ഏതായാലും ഇല്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത 3ാം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നയിക്കേണ്ടത്. അതുതന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF മുന്നോട്ട് വയ്ക്കുന്ന ന്യൂനപക്ഷ ഏകീകരണം അവർക്ക് അനുകൂലമായി എന്ന വാദത്തെയും CPM സംസ്ഥാന സെക്രട്ടറി തള്ളുകയാണ്.